അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പരാമർശം വൻ വിവാദത്തിൽ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമനുസരിച്ച് രാജ്യം പ്രവർത്തിക്കുമെന്നുമായിരുന്നു പരാമർശം. ബഹുഭാര്യാത്വവും മുത്തലാഖും തങ്ങളുടെ അവകാശമായി ഒരു സമുദായം കണക്കാക്കുന്നുവെന്നും വിമർശനം. പരാമർശത്തിനെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ രംഗത്തെത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു വിവാദ പരാമർശം. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം ഭരിക്കപ്പെടും. നിയമം ഭൂരിപക്ഷമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്. അയിത്തം, സതി തുടങ്ങിയ ആചാരങ്ങൾ ഹിന്ദുമതത്തിൽ നിർത്തലാക്കപ്പെട്ടു. എന്നിട്ടും മുത്തലാഖും ബഹുഭാര്യത്വവും ഒരു സമുദായം അവകാശമായി ഉന്നയിക്കുന്നു. स्नान करने वाला, चंदन लगाने वाला व्यक्ति ही हिंदू है, ऐसा नहीं है। हिंदू कौन है? हिंदू इस देश में रहने वाला, इस देश को अपनी मां कहने वाला, इस देश पर कोई विपत्ति आ जाए तो अपना सर निछावर करने वाला जो व्यक्ति है उसकी पूजा पद्धति कुछ भी हो सकती है. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പരാമർശം ഭരണഘടനയുടെയും സത്യപ്രതിജ്ഞയുടെയും ലംഘനമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി PV സുരേന്ദ്രനാഥ്. വിവാദ പരാമർശത്തിൽ സുപ്രീം കോടതി നടപടിയെടുക്കണം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായ മതേതരത്തിന് വിരുദ്ധമാണെന്ന് മാത്രമല്ല, അത് ജുഡീഷ്യറിയുടെ അകത്തിരുന്നുകൊണ്ട് തന്നെ ജുഡീഷ്യറിയുടെ സ്വതന്ത്ര ജുഡീഷ്യറി എന്നുള്ള ആശയത്തെ തുരങ്കം വെക്കലാണ്. ഇതിനു മുൻപും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്നായിരുന്നു അന്നത്തെ പരാമർശം. വിനീത VG, 24, ഡൽഹി.